ഏറ്റവും കോമൺ ആയിട്ട് മിക്കവാറും എല്ലാവർക്കും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു വിസയുടെ നമ്പറാണ് 482. അപ്പോൾ ഈ 482 വിസയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 482 അവരൊന്ന് അടിമുടി വാർത്തു പണിതിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വന്നേക്കുന്ന മാറ്റങ്ങളെന്ന് നമ്മുടെ ഇമിഗ്രേഷൻ ലോയർ അഡ്വക്കേറ്റ് പ്രതാപ് ലക്ഷ്മൺ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ പ്രതാപ് ലക്ഷ്മൺ, ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ TN ലോയേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് എന്ന സ്ഥാപനത്തിൽ പ്രിൻസിപ്പൽ ലോയറായി പ്രവർത്തിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ മുതൽ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ രംഗത്ത് വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇതിലേറ്റവും പ്രധാനമായിട്ട് ഇന്ത്യക്കാരെ ബാധിക്കുന്ന, ഇന്ത്യക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന 2 വിസകളെക്കുറിച്ചാണ് ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തേത്, ഇന്നലെ വരെ ഡിസംബർ മാസം 7-ാം തീയതി വരെ സബ് ക്ലാസ് 482 ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ എന്നറിയപ്പെട്ടിരുന്ന TSS വിസ എന്നറിയപ്പെട്ടിരുന്ന താൽക്കാലിക എംപ്ലോയർ സ്പോൺസേഡ് വിസയിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ചാണ്. ഡിസംബർ മാസം 8-ാം തീയതി മുതൽ ഈ വിസയുടെ പേര് സ്കിൽസ് ഇൻ ഡിമാൻഡ് അഥവാ SID എന്ന പേരിൽ മാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആ വിസ സബ് ക്ലാസിന്റെ നമ്പറിൽ വ്യത്യാസമൊന്നുമില്ല, 482 എന്ന് തന്നെയാണ്. നിങ്ങൾക്കിപ്പോഴും ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ 482 എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിസയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. TSS വിസയ്ക്കും 3 സ്ട്രീമായിട്ടായിരുന്നു തൊഴിൽ അന്വേഷകർ വിദേശത്ത് നിന്ന് ആളുകളെ ഓസ്ട്രേലിയയിലോട്ട് താൽക്കാലികമായി കൊണ്ടുവന്നിരുന്നത്. ഇതിലും ഏതാണ്ട് 3 സ്ട്രീമുകൾ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ കാര്യമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഈ 3 സ്ട്രീമുകളിൽ വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്, ഒന്ന്, 3 സ്ട്രീമുകളിലും പെട്ടവർക്ക് 4 വർഷത്തേക്കോ വിസ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഡിസംബർ മാസം 8-ാം തീയതി മുതൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അതല്ല, നിങ്ങൾ ഹോങ്കോങ് പാസ്പോർട്ട് ഹോൾഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു വിസയിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകും. എന്നാൽ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ പാസ്പോർട്ട് ഹോൾഡർക്ക് ഇപ്പോൾ ഈ 3 സ്ട്രീമിൽ വന്നാലും പരമാവധി 4 വർഷം വരെ ആദ്യ വിസയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ കഴിയും. മറ്റൊന്ന്, മുമ്പ് MLT SOL അഥവാ പ്രധാനപ്പെട്ട ഓക്കുപേഷൻസ് ഉൾപ്പെടുന്ന ആ ഒരു ലിസ്റ്റ് ഉണ്ടാവുകയും അതുപോലെ തന്നെ മറ്റൊന്ന് STSOL എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ഓക്കുപേഷൻ ലിസ്റ്റ്, കുറച്ചുകൂടി സ്കിൽ ലെവൽ കുറഞ്ഞ ഒരു വിഭാഗത്തിൽ പെടുത്തിയിട്ടുള്ള ഒരു ഓക്കുപേഷൻ ലിസ്റ്റ് അഥവാ തൊഴിൽ പട്ടികയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇക്കുറി അത് മാറ്റിയിട്ട് ഗവൺമെന്റ് 3 സ്കിൽ ലിസ്റ്റ് തന്നെ നിലനിർത്തിയിരിക്കുന്നു. അതിൽ ആദ്യത്തേത് കോർ സ്കിൽ സ്ട്രീം ലിസ്റ്റ് അഥവാ CSOL എന്ന് പറയുന്ന CSOL കോർ സ്കിൽ ഓക്കുപേഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീമാണ് ആദ്യമായി അതിനകത്ത് വിഭാവനം ചെയ്ത് ഇന്നലെ മുതൽ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. അതിലേതാണ്ട് 456 ഓക്കുപേഷൻസ് മൊത്തത്തിലുണ്ട്. ഈ 456 ഓക്കുപേഷൻസിൽ ഒട്ടുമിക്ക സ്കിൽഡ് ഓക്കുപേഷൻസും നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓസ്ട്രേലിയയിലേക്ക് വരാൻ എംപ്ലോയേഴ്സ് ഉപയോഗിക്കുന്ന ഏതാണ്ട് ഒട്ടുമിക്ക ഓക്കുപേഷൻസും അഥവാ തൊഴിലും ഈ CSOL അഥവാ കോർ സ്കിൽസ് ഓക്കുപേഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റേ രണ്ടാമത്തെ ഒന്നത് സ്പെഷ്യലിസ്റ്റ് സ്കിൽ സ്ട്രീം ആണ്. സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് സ്ട്രീമിൽ പെടുന്നത് ഓക്കുപേഷൻസ് എന്ന് പറയുന്നത് CSOL പെടാത്ത ഓക്കുപേഷൻസ് സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് സ്ട്രീം ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഒരു എംപ്ലോയർക്ക് വിദേശത്ത് നിന്ന് ഒരാളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കോർ സ്കിൽ ഓക്കുപേഷൻ ലിസ്റ്റിൽ ഒരു ഓസ്ട്രേലിയയിലേക്ക് ഒരാൾക്ക് വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 73,180 ഓസ്ട്രേലിയൻ ഡോളറെങ്കിലും ആ എംപ്ലോയർ ആ ഉദ്യോഗാർത്ഥിക്ക് നൽകുവാൻ കോൺട്രാക്ട് ചെയ്തിരിക്കണം. അങ്ങനെ 73,180 മുതൽ 1,34,999 ഡോളർ വരെ ശമ്പളം നൽകുന്ന ഒരു എംപ്ലോയർക്ക് CSOL ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഓക്കുപേഷനിൽ ആരെ വേണമെങ്കിലും, വിദേശ പൗരന്മാരായിട്ടുള്ള ആരെ വേണമെങ്കിലും ആ ഓക്കുപേഷൻ ലിസ്റ്റിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയും. എന്നാൽ
$1,35,000 അതിൽ കൂടുതലോ ശമ്പളം നൽകി ഒരു വിദേശിയെ ഓസ്ട്രേലിയയിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുതൽ അത്തരത്തിലുള്ള എംപ്ലോയേഴ്സ് ഉപയോഗിക്കേണ്ട ഒരു വിഭാഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് സ്ട്രീം. ആ വിഭാഗത്തിൽപ്പെടുത്തി മാത്രമേ ഒരു എംപ്ലോയർക്ക് വിദേശത്ത് നിന്ന്, അതായത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ സ്പെഷ്യലിസ്റ്റ് സ്കിൽ സ്ട്രീം ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ എംപ്ലോയേഴ്സിന് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതായത് 1,35,000 അതിന് മുകളിലുള്ള ശമ്പളം കൊടുത്തുകൊണ്ട് ഒരാളെ, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ട് മാത്രമേ 482 വിസ അഥവാ സ്കിൽസ് ഇൻ ഡിമാൻഡ് SID എന്നറിയപ്പെടുന്ന പുതിയ വിസയിൽ കൊണ്ടുവരാൻ കഴിയും. മൂന്നാമത്തേത് മുമ്പുണ്ടായിരുന്ന അതേ സ്ട്രീം തന്നെയാണ് ലേബർ അഗ്രിമെന്റ് സ്ട്രീം. ലേബർ അഗ്രിമെന്റ് സ്ട്രീം എംപ്ലോയറും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സും തമ്മിലുണ്ടാകുന്ന ഒരു അഗ്രിമെന്റിന്റെ അല്ലെങ്കിൽ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, പൗരന്മാരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അത് ഓരോ ഇൻഡസ്ട്രിയുടെയും അല്ലെങ്കിൽ ഓരോ വ്യവസായ മേഖലയുടെയും ഓരോ തൊഴിൽ ദാതാവിൻ്റെയും ആവശ്യങ്ങൾക്കനുസരിച്ചും തൊഴിൽ ലഭ്യതയുടെ സ്വഭാവമനുസരിച്ചും അതിൻ്റെ സ്കിൽസ്, എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് തുടങ്ങിയിട്ടുള്ള മൗലികമായിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം അത് ഡിപ്പാർട്ട്മെൻറ്റും അതായത് എംപ്ലോയേഴ്സും തമ്മിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ നിർവചിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള ഒരു എംപ്ലോയർക്ക് ലേബർ എഗ്രിമെന്റ് സ്ട്രീമാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നീട് ഇന്നലെ മുതൽ വന്നിട്ടുള്ള ആ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, മുമ്പൊക്കെ 482 വിസയിൽ അഥവാ ഇപ്പം നിലവിൽ ഡിസംബർ മാസം 7-ാം തീയതി വരെ ഉണ്ടായിരുന്ന TSS വിസയിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2 വർഷക്കാലം നിങ്ങൾ ജോലി ചെയ്തിരിക്കണമെന്നുണ്ടായിരുന്നു. അത് മാറ്റി ഡിസംബർ മാസം 8-ാം തീയതി, അതായത് ഇന്നു മുതൽ അത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1 വർഷം മാത്രം നിങ്ങൾ ജോലി ചെയ്താൽ മതി. ഏറ്റവും ഒന്നുകിൽ നോമിനേറ്റഡ് ഓക്കുപേഷൻ, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ഓക്കുപേഷനിൽ മതി. അപ്പോൾ 2 വർഷത്തിൽ നിന്ന് നേരെ പകുതിയായി 1 വർഷമായി ചുരുക്കിയിട്ടുണ്ട്. അത് ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ആയാലും പാർട്ട് ടൈം എംപ്ലോയ്മെന്റ് ആയാലും കാഷ്വൽ എംപ്ലോയ്മെന്റ് ആയിരുന്നാലും അത് പ്രശ്നമുണ്ടാവുന്നില്ല. ഒപ്പം പക്ഷേ നിങ്ങൾ പാർട്ട് ടൈം എംപ്ലോയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 12 വർഷത്തിന് തുല്യമായിട്ടുള്ള ആ പീരീഡ് നിങ്ങൾ കാണിക്കേണ്ടി വരും. മറ്റൊന്ന്, നിലവിൽ 482 വിസയിൽ നിന്ന് നിങ്ങൾക്ക് പെർമനന്റ് വിസ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും ഒരു എംപ്ലോയറുടെ കൂടെ, ഒരു സ്പോൺസറുടെ കൂടെ 2 വർഷക്കാലം നിന്ന് അതിനുശേഷം ആ എംപ്ലോയർ തന്നെ നിങ്ങളെ പെർമനന്റ് റെസിഡന്റ് വിസയ്ക്ക് നിങ്ങളെ നോമിനേറ്റ് ചെയ്യണമായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് നിങ്ങൾ 482 വിസയിൽ വന്നു കഴിഞ്ഞാൽ ഒരു എംപ്ലോയറുടെ കീഴിൽ തന്നെ നിൽക്കണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ ഒരു പക്ഷേ ഒരു എംപ്ലോയറെ മാറി മറ്റൊരു എംപ്ലോയറുടെ സമീപം നിങ്ങൾ ജോലിക്ക് പോവുകയും അവർ നിങ്ങൾക്ക് നോമിനേഷൻ തരികയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എംപ്ലോയറുടെ കീഴിലും ജോലി ചെയ്യാം. ഒപ്പം ആദ്യത്തെ എംപ്ലോയറുടെയും പിന്നീട് ജോലി ചെയ്യുന്ന എംപ്ലോയറുടെയും അല്ല അതിനുശേഷവും നിങ്ങൾ മറ്റൊരു എംപ്ലോയറുടെ അടുത്ത് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ എംപ്ലോയറുടെയും കീഴിൽ പ്രോപ്പർ നോമിനേഷനോടുകൂടി നിങ്ങൾക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ ആ എംപ്ലോയറുടെയും കീഴിൽ, അതായത് മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സിന്റെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്താലും നിങ്ങൾ ആ മൊത്തത്തിലുള്ള 2 വർഷക്കാലം 482 വിസയിൽ നിന്നുകൊണ്ട് നോമിനേറ്റഡ് ഓക്കുപേഷനിൽ പ്രോപ്പർ നോമിനേഷനോടുകൂടി ജോലി ചെയ്തതെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻഷിപ്പ് 186 സബ് ക്ലാസ് 186 ടെമ്പററി റെസിഡൻസ് ട്രാൻസിഷൻ അഥവാ TRT സ്ട്രീം അനുസരിച്ച് പെർമനന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റത് ഒരു എംപ്ലോയറുടെ കീഴിൽ തന്നെ 2 വർഷം നിൽക്കണം എന്നുള്ള നിബന്ധന മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സിന് യു ക്യാൻ വർക്ക് വിത്ത് മൾട്ടിപ്പിൾ എംപ്ലോയേഴ്സ് ആൻഡ് യു ക്യാൻ ഷോ ദ ടോട്ടൽ പീരിയഡ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് 2 years ഫ്രം ഡിഫറെന്റ് എംപ്ലോയേഴ്സ്. അതാണ് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു മാറ്റം. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ചില മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്കൊക്കെ അറിയാം മറ്റു ചില മാറ്റങ്ങളൊക്കെ വന്നത്. മറ്റത് ഒരു എംപ്ലോയറെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ 90 ദിവസത്തിനകം മറ്റൊരു എംപ്ലോയറെ കണ്ടുപിടിക്കണമായിരുന്നു, പുതിയ ജോലി കണ്ടുപിടിക്കണമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് 180 ദിവസമാണ്.
അപ്പോൾ അങ്ങനെയുള്ള കുറച്ചുകൂടി ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഇപ്പോൾ തന്നെ ഈ വിസയുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള എംപ്ലോയ്മെന്റ് വിസയിലുള്ളവർക്ക് നിലവിലുള്ള ഈ വിസയിൽ നിന്ന് വന്നിട്ടുള്ള ഈ കാതലായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു അവഗാഹം നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ കഴിയും. ഞങ്ങളുടെ വിലാസം TN Lawyers and Immigration Consultant, 34 Central Street, Forest Lake, Queensland 44079. ഞങ്ങളുടെ മൊബൈൽ നമ്പർ 0401866578. ഞങ്ങളുടെ ഇമെയിൽ info@tntnlawyers.com.au. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. നമസ്കാരം.